ഞാൻ യാമ്പൂന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് നഹലിലൊന്ന് കയറിയതാണ്ടില്ലേ. പഴയ കാലം ഒരു ടൗൺ, ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ പറയില്ലേ. പഴയ കാലത്ത് അതുപോലെ നിലനിർത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാലോ. പഴയ കാലത്തെ പീഡിയ റൂമുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ടൗൺ ആയിരുന്നു ഇത്. ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊക്കെ ഫുള്ള് പുറത്തേക്ക് പോയെന്ന് പറയുന്നത്. യാമ്പൂലേക്ക് പോയിട്ടുണ്ട്. ഇത് യാമ്പൂ നഹലില് പഴയ കാലത്തെ കാഴ്ച. നമ്മൾ യാമ്പൂന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണില്ല. ഭയങ്കര ഭംഗിയില്ല. പഴയ കാല ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ശരിക്ക് ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. പഴയ കാലത്ത് എങ്ങനെയൊന്നും ടൗണുകൾ, അവിടുത്തെ വീട്, റൂമുകൾ, ചെറിയ ചെറിയ റൂമുകളാണ്. ഇതിന്റെ മേൽക്കൂര മൊത്തം ഈത്തപ്പനത്തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മേൽക്കൂരകളാണ്. മേൽക്കൂരൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. പിന്നെ അതിന്റെ അപ്പുറത്ത് വീടുകളും കാര്യങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഈ യാമ്പൂ നഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉറവുകളൊക്കെ ഉണ്ടായിരുന്ന, വെള്ളത്തിന്റെ സ്രോതസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഴയ കാലത്ത് ഒരുപാട് ടൗണുകളും ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്ന, കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇതെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്, യാമ്പൂലേക്ക് പോയിട്ടുണ്ട്. ആ പഴയ കാല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ യാമ്പൂ മദീന റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ഥലം ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണ്ടില്ല. അതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ തോട്ടങ്ങളാണെങ്കിലും അതുപോലെ ഇതുപോലത്തെ കെട്ടിടങ്ങളാണെങ്കിലും പഴയ കാല നിർമ്മിതികൾ ഇതുപോലെ കാണാൻ കഴിയും. പഴയ മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ നഹലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് കയറി ഉള്ളേരിയയിലേക്ക്, അതായത് അവിടുത്തെ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളേരിയയിലേക്കൊക്കെ യാത്ര ചെയ്ത് നമുക്ക് ഒരുപാട് ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണാം. പഴയ കാലത്തെ ജീവിത ശൈലികളൊക്കെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ശരിക്കും അനുഭവിക്കാം.